നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മയണൈസ് വെച്ച് വെജിറ്റബിൾ, എഗ് ആൻഡ് ചിക്കൻ സാൻഡ്വിച്ചസ് ആണ്. മയണൈസ് തയ്യാറാക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് വീട്ടിൽ നല്ല ടേസ്റ്റിൽ, പുറത്തുനിന്ന് കഴിക്കുന്നതിൽ നല്ല ടേസ്റ്റിൽ സാൻഡ്വിച്ചസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് മയണൈസ് തയ്യാറാക്കാം. അപ്പോൾ അതിനായി ഞാൻ മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. കോഴിമുട്ട ഫ്രിഡ്ജിൽ വെച്ച് അല്പം തണുത്ത മുട്ടയാണ് കേട്ടോ. അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കോഴിമുട്ട. അല്ലെങ്കിൽ മിക്സിയുടെ ജാർ ചൂടാകുമ്പോൾ മയണൈസ് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. ഇനി ഇതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഉപ്പ് വല്ലാണ്ട് കൂടിപ്പോകും. ഇനി ഇതിനകത്തേക്ക് ഒരു വെളുത്തുള്ളി അതിൽ ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരെണ്ണം മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ വല്ലാണ്ട് കുത്തുണ്ടാകും. ഇനി ഇതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇത് അല്പം വലിയ നാരങ്ങ ആയത് കാരണം ഒരെണ്ണത്തിൻ്റെ 4 എടുത്തുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. അത് അല്പം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. വെളിച്ചെണ്ണയൊന്നും പറ്റില്ല, സ്മെല്ലില്ലാത്ത ഓയിലായിരിക്കണം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം ഒരു 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത് ഓയിൽ. അത് ഒരു 4 പ്രാവശ്യമായിട്ട് നമുക്ക് ഒഴിച്ച് അടിച്ചെടുത്ത് നോക്കാം കേട്ടോ. കോഴിമുട്ടയുടെ യോക്ക് വേണ്ടാത്തവർക്ക് 2 മുട്ടയുടെ വൈറ്റ് എടുക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് അടിക്കരുത്. 1-2 പ്രാവശ്യം വിപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ചിട്ടാണ് ഇങ്ങനെ അടിച്ചെടുത്തത്. അപ്പോൾ മൊത്തം 6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലും കട്ടി വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്ത് അടിച്ചാൽ മതി കേട്ടോ. ഇനി സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട് ഒരു ക്യാരറ്റ്, ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ബണ്ണ് എടുക്കാം നമുക്ക്. ബർഗർ ബണ്ണുണ്ടെങ്കിൽ അത് മതിയാകും. ഞാനിവിടെ സാദാ ബണ്ണാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ 2 ആക്കി കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. 2 ചിക്കൻ്റെയും ഓരോ എഗ്ഗ് വെജ് സാൻഡ്വിച്ചസുമാണ് ഞാനിവിടെ തയ്യാറാക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള മയണൈസാണ് നമ്മൾ ഒരു കോഴിമുട്ട കൊണ്ട് തയ്യാറാക്കിയത് കേട്ടോ. അപ്പോൾ നമുക്ക് 2 ടീസ്പൂൺ വെച്ച് ഓരോ ബണ്ണിലും തേച്ച് കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. കട്ട് ചെയ്ത് വെച്ച് ക്യാരറ്റ് വിതറി കൊടുക്കാം. ക്യാരറ്റിൻ്റെ മുകളിലായിട്ട് കട്ട് ചെയ്ത് വെച്ച സവാളയും വിതറി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ കട്ട് ചെയ്ത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്ലൈസ് ചെയ്തെടുത്താലും മതി ക്യാരറ്റും സവാളയും. ഇനി ഞാൻ ഒരു ബർഗറിൽ മറ്റേ സ്ലൈസ് ചെയ്ത് വെച്ച് തക്കാളിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തക്കാളി ഇഷ്ടമല്ല ഒരാൾക്ക്, അപ്പോൾ അതുകൊണ്ട് മറ്റേതിൽ തക്കാളി വെച്ച് കൊടുത്തില്ല. അപ്പോൾ നമ്മുടെ വെജ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എന്തായാലും നിങ്ങൾ ഇതുപോലെ മയണൈസ് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്തതിൽ നമുക്ക് മുട്ട പൊരിച്ചത് വെച്ച് കൊടുക്കാം. ചെറിയൊരു വട്ടത്തിൽ ഓംലെറ്റ് അത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് സാൻഡ്വിച്ചും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ചിക്കൻ സാൻഡ്വിച്ചാണ്. അപ്പോൾ ഞാൻ എല്ലില്ലാത്ത ചിക്കൻ പീസസ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മസാലപ്പൊടിയും മാത്രം പുരട്ടിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എങ്ങനെയാണോ ഫ്രൈ ചെയ്യുന്നത് അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഓരോന്ന് ഇതുപോലെ വെച്ച് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പം തന്നെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.